സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. സഭാപ്രസംഗിയുടെ ഊഹാപോഹമല്ല താൻ സംസാരിക്കുന്നത്, ഒരു നിശ്ചയമായ കാര്യം. തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഗവേഷണത്തിൽ, തൻ്റെ പഠനത്തിൽ, തൻ്റെ ധ്യാനത്തിൽ, തൻ്റെ അറിവിൽ അനേകം നിശ്ചയമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, മായയായ കാര്യങ്ങളെക്കുറിച്ച് സഭാപ്രസംഗി തൻ്റെ പുസ്തകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം താൻ നിശ്ചയത്തോട് പറയുകയാണ്: നീതിമാന് ഒരു നന്മ വരും എന്ന് ഞാൻ നിശ്ചയമായിട്ട് അറിയുന്നു. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് സഭാപ്രസംഗിക്കല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന, നീതിയെ ഇഷ്ടപ്പെടുന്ന ഓരോ ഭക്തന്മാർക്കും ഈ പ്രഭാതത്തിൽ നിന്നല്ല, എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന നിശ്ചയമായ ഒരു കാര്യമാണ്: നിന്റെ ഭക്തിയും നിന്റെ നീതിയും കർത്താവിൽ വ്യർത്ഥമല്ല, അതിന് ഒരു നന്മയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നോട്ടത്തിൽ പാപിയായ മനുഷ്യർ അവർ ഐശ്വര്യമായി ജീവിക്കുന്നു, ധാരാളം ധനം സമ്പാദിക്കുന്നു, അവർക്ക് രോഗമില്ല, ദുഃഖമില്ല, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ദീർഘായുസ്സോടെ ഇരിക്കുന്നു. എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ്, ആർക്കും ദോഷം ചെയ്യുന്നവനല്ല, ദൈവഭക്തനാണ്. ദൈവത്തെ ഭയപ്പെടുകയും ദൈവഭയത്തിലും വിശ്വാസത്തിലും അവൻ ജീവിക്കുന്നവനാണെങ്കിലും അവൻ്റെ വീട്ടിൽ രോഗമുണ്ട്, അവൻ്റെ വീട്ടിൽ വേദനയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അനേക ആവശ്യങ്ങളുണ്ട്, അനേക കണ്ണുനീരുകൾ അവൻ്റെ ഭവനത്തിലുണ്ടെങ്കിലും ദൈവം കൊടുക്കുന്നതായ ഒരു നന്മ എന്ന് പറയുന്നത് അവൻ്റെ ഭവനത്തിൽ സമാധാനം. വേദനയെ, രോഗത്തെ, കഷ്ടതയെ, ഇല്ലായ്മകളെ നോക്കി അവർ നെടുവേർപ്പിടുന്നവരല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി അലഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സങ്കടത്തെ പങ്കിടുന്നവരല്ല. ദൈവസന്നിധിയിൽ അവരുടെ ഹൃദയത്തെ പകരുന്ന ഭക്തന്മാരാണ്. അതുമൂലം ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം സകലത്തിനും മധ്യായവനാണ്, അതതിൻ്റെ സമയത്ത് അവർക്ക് നന്മകൾ ചെയ്യും എന്നുള്ളതായ ഒരു നിശ്ചയം അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നു. ആ സമാധാനം അവരെ സന്തോഷമുള്ളവരാക്കി തീർക്കുന്നു. ഒരു ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ്സുണ്ടെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എപ്പോഴും അസമാധാനം അവൻ്റെ മുൻപിൽ നിഴലാടും. അവനൊരു സമാധാനവുമില്ല, ഒരു സന്തോഷവും അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. ധാരാളമുണ്ട്, ദീർഘായുസ്സുണ്ട്, ഒരുപാട് വിചാരിക്കുവാൻ ലോകത്തിൽ അനേക സമ്പത്തുകളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് അസമാധാനം അവൻ ഈ സമ്പത്തുകളൊക്കെയും വലിച്ചു കൊണ്ടുവരുന്നു, അവൻ്റെ വീട്ടിൽ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. അവൻ്റെ വീട്ടിലെന്നും പ്രശ്നങ്ങളുടെ ആരംഭവും ആ പ്രശ്നങ്ങളുടെ ത്വരിതമായ സഞ്ചാരവുമാണ്. അതിന്മേൽ അവനൊരു കൺട്രോളിംഗ് ഇല്ല, ഭവനത്തിൽ കൺട്രോളിംഗ് ഇല്ല. പക്ഷെങ്കിൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുക്കുന്ന നന്മ, അതാണ് സഭാപ്രസംഗി നമ്മോട് പറഞ്ഞതായ ഒരു നീതിമാന് അല്ലെങ്കിൽ ദൈവഭക്തന് ഒരു നന്മ വരും എന്ന് പറഞ്ഞാൽ എന്താണ് നന്മയെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നന്മ എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ നന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 128-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഓടിക്കാം. ആ ചെറിയ സങ്കീർത്തനമാണെങ്കിലും എന്താണ് നന്മയെന്ന് അവിടെ നന്നായിട്ട് സങ്കീർത്തനക്കാരൻ വിവരിച്ചു പറയും. എന്താണ് ആ നന്മയെന്ന് നോക്കൂ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നിനക്ക് കഴിക്കുവാൻ ഭാഗ്യമില്ലാതെ മറ്റുള്ളവരാൽ അപഹരിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ നീതിമാനല്ല, നീ ഭക്തനല്ല, നീ ദുഷ്ടത എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നു. നീ ധാരാളം സമ്പാദിക്കുന്നു, എന്നാൽ മറ്റുള്ളവർ ഭക്ഷിക്കുന്നു. നിന്റെ കയ്യിൽ നിന്ന് അപഹരിക്കപ്പെടുന്നു. നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യയ്ക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും അതൊരു ഫലവത്തായി വരുന്നില്ല. നിന്റെ മാതാപിതാക്കൾക്ക് അതൊരു സന്തോഷകരമാകുന്നില്ല, ആശ്വാസമാകുന്നില്ല. നിന്നിൽ ആശ്രയിക്കുന്ന ദാസീദാസന്മാർക്ക്
അതൊരു ആശ്രയമായി വരുന്നില്ല, അവർക്കൊരു സഹായമായി വരുന്നില്ല. എവിടെയൊക്കെയോ നഷ്ടമായി പോകുന്നു. ദീർഘായുസ്സുണ്ട്, സമ്പത്തുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, എങ്കിലും അതൊന്നും നിന്റെ ഭവനത്തിൽ സമാധാനം കൊണ്ടുവരുന്നില്ല. അതിനുശേഷം സങ്കീർത്തനക്കാരൻ നന്മയെക്കുറിച്ച് പറയുകയാണ്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പ്രൈസ് ദി ലോർഡ്. മേശയ്ക്ക് ചുറ്റും, അല്ലെങ്കിൽ ആഹാരത്തിന് ചുറ്റും, അവരുടെ നന്മകൾക്ക് ചുറ്റും, ദൈവം കൊടുക്കുന്നതായ സമൃദ്ധിക്ക് ചുറ്റും ഭാര്യയും മക്കളും അപ്പനും അമ്മയും കുടുംബങ്ങളുമെല്ലാം ചുറ്റും ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുന്നതായ അവസ്ഥ, ദൈവത്തോട് നന്ദി പറയുന്നതായ അവസ്ഥ. അവർ ദൈവത്തിൽ സംതൃപ്തരാണ്. ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളിലൊക്കെയും അവർക്ക് സമാധാനമുണ്ടാകുന്നു. അവർ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമുള്ളവരായി, അനുസരണമുള്ളവരായി, ദൈവഭയമുള്ളവരായി, ദൈവത്തെ മാനിക്കുന്നവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ലോകത്തിൽ നാശനഷ്ടങ്ങളിൽ ദുഷ്ടന്മാരുടെ കൂടെ അലയാത്ത കുഞ്ഞുങ്ങളായി അവർക്ക് വളർത്തുവാനുള്ളതായ കൃപ ഒരു ഭക്തന് കൊടുക്കുന്നു. ഇതാണ് ഭക്തന്റെ ലക്ഷണം. നാം വലിയ ആരാധനയ്ക്കും പള്ളികളിലെ വലിയ വലിയ അല്ലെങ്കിൽ വ്യക്തികൾ എന്നുള്ളതായ പേരിനും പെരുമയ്ക്കും നമുക്ക് ഭക്തനെന്നും നീതിമാനെന്നുമുള്ളതായ പേര് നൽകുന്നില്ല. നമ്മൾ അതിനെല്ലാം ഒരുപക്ഷെങ്കിൽ ഓടി നടക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും നമ്മളെ ഭക്തരാക്കുന്നില്ല, ദൈവസന്നിധിയിൽ നീതിമാനാക്കുന്നില്ല. നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ മാതാപിതാക്കളും നിന്റെ വാക്കനുസരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ആജ്ഞ അനുസരിക്കുന്നുണ്ടെങ്കിൽ, അവർ നിനക്കുമോ നീയുമായി ചേർന്ന് ഐശ്വര്യമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നോക്കൂ, 128 സങ്കീർത്തനത്തിൻ്റെ വിവിധമായ ആശയങ്ങളിൽ കൂടെ ദൈവവചനത്തിൽ ആഴമായി നമുക്ക് സംസാരിക്കാൻ വളരെയധികം വഴികളുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ പറയുന്നതായ കാര്യങ്ങളൊക്കെയും നീതിമാന് ദൈവം കൊടുക്കുന്നതായ പ്രതിഫലമാണ്. എവിടെ വെച്ച്? ഈ ഭൂമിയിൽ വെച്ച് അവൻ്റെ ജീവിതത്തിൽ സമാധാനം. ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ്സുണ്ട്, സമ്പത്തുണ്ട്, എങ്കിലും അവൻ ഓർമ്മയായ കാലം മുതൽ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും മരണത്തെ ആഗ്രഹിക്കുന്നവൻ. ഇന്നെനിക്ക് മരിക്കണം, നാളെ എനിക്ക് മരിക്കണം, എനിക്ക് ഈ ജീവിതം മതി, എനിക്ക് ഈ ജീവിതം കഴിഞ്ഞ് കടന്നു പോയാൽ മതി, എങ്കിലും മരണം പോലും അവനെ വിട്ട് മാറി മാറി പോകുന്നു. ദീർഘായുസ്സോടെ ഇരുന്ന് അനേക തിന്മകളെ കാണുവാനും അവൻ്റെ ജീവിതത്തിൽ അനേക അസമാധാനങ്ങളെ അനുഭവിക്കുവാനും ദുർവിധി അവനുണ്ടാകുന്നു. നീതിമാനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുത്തതായ സമയങ്ങളിലൊക്കെയും അവൻ സംതൃപ്തനായി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ കുടുംബ ജീവിതത്തിൽ സമാധാനം കെട്ടിപ്പടുക്കുന്നു. പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്റെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവും ആശ്വാസവും സംതൃപ്തിയുമുള്ളതായ ഒരു ജീവിതം നിനക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നീ നീതിമാനാണെന്ന് സ്വർഗം നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ദൂതന്മാർ നിന്നെക്കുറിച്ച്, നിന്റെ നന്മകളെക്കുറിച്ച്, നിന്റെ നീതിയെക്കുറിച്ച് സ്വർഗത്തിൽ ഏറ്റുപാടുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇല്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ അസമാധാനം ഓരോന്നായി കടന്നു വരും. ആവലാതി, കണ്ണുനീർ, എപ്പോഴും അടിപിടി, ബഹളം, പ്രശ്നങ്ങൾ, ഒന്ന് തീരുമ്പോൾ വേറൊന്ന്, കാരണമില്ലാത്ത കാരണങ്ങൾ, അന്യവന്റെ കാര്യങ്ങളൊക്കെയും നിന്റെ വീട്ടിൽ അത് ശണ്ടയായി ഭവിക്കപ്പെടുന്നു. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്നും ദൈവത്തിലേക്കുള്ളതായ ഒരു ദർശനം അവൻ അത്താണിയായി മാറുന്നു. അവൻ്റെ കുഞ്ഞുങ്ങൾ ആ അത്താണിയതയെ അതിൽ കൂടെ പടവുകൾ കയറി അവർ ഉയരത്തിലേക്ക് പോകുന്നു. ആർക്കും സഞ്ചരിച്ചു കൂടാത്തതായ ഉന്നതികളിന്മേൽ അവർ വാസം ചെയ്യുന്നു. ഒരുപക്ഷെങ്കിൽ അവർ ലോകത്തിൽ വലിയ ധനികരായിരിക്കുകയില്ല, സമ്പന്നരായിരിക്കുകയില്ല, പേരുകെട്ടവരായിരിക്കുകയില്ല. പക്ഷെങ്കിൽ സ്വർഗത്തിൽ അവർക്ക് വലിയൊരു പേരുണ്ട്, നീതിമാൻ. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും, ഇങ്ങനെ ദൈവം അവരെ സ്നേഹിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നത്, ദുഷ്ടന്മാരെ നോക്കി നീ അസൂയപ്പെടരുത്. അവർ ദീർഘായുസ്സോടെ ഇരുന്ന് ആവിയായി ദീർഘായുസ്സോടെ അവർ ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല. പക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീതിമാനെങ്കിൽ, ദൈവഭക്തനെങ്കിൽ, ദൈവം നിനക്ക് സമാധാനം വാഗ്ദാനം ചെയ്യുന്നു. ദൈവഭക്തനായിരിക്കുക, നീതിമാനായിരിക്കുക, ദൈവത്തിൽ നിന്നുള്ളതായ ശാശ്വത അനുഗ്രഹത്തിന് പത്രവിഹൂതനായി ജീവിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. God bless you.